നമസ്കാരം. എറണാകുളം തൃപ്പൂണിത്തുറയിൽ ആത്മഹത്യ ചെയ്ത 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കെതിരെ വാർത്താക്കുറിപ്പിറക്കി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ. മിഹിർ സ്ഥിരം പ്രശ്നക്കാരനെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വാർത്താക്കുറിപ്പ് സ്കൂൾ അധികൃതർ പുറത്തിറക്കിയിരിക്കുന്നത്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്കെതിരെ തെളിവില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു. ആരോപണത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ കുട്ടികൾക്കെതിരെ നടപടിയെടുക്കാനാവില്ല. റാഗിങ്ങിനെക്കുറിച്ച് പരാതി ഉയർന്നത് മിഹിറിന്റെ മരണശേഷം. തിരക്കിട്ട നടപടികൾ എടുക്കരുതെന്ന് പോലീസും നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ പറയുന്നു. ജനുവരി 14 മിഹിർ ഉൾപ്പെടെയുള്ള സംഘം മറ്റൊരു കുട്ടിയെ മർദ്ദിച്ചെന്നും മുൻപ് പഠിച്ച സ്കൂളിൽ നിന്ന് TC നൽകി പറഞ്ഞുവിട്ട വിദ്യാർത്ഥിയാണ് മിഹിർ. മിഹിറിന്റെ രക്ഷകർത്താക്കളെ അടക്കം സ്കൂളിലേക്ക് വിളിപ്പിച്ചിരുന്നതായും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ പറയുന്നു. കുട്ടിയുടെ മാതാപിതാക്കൾ ഉന്നയിച്ച പരാതിയിൽ തെളിവുകളില്ല. ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തെളിവില്ലെന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നു. ആത്മഹത്യയ്ക്ക് കാരണം സ്കൂളിലെ പ്രശ്നങ്ങളാണെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. മിഹിറിന് ഏതെങ്കിലും തരത്തിലുള്ള പീഡനമേറ്റതായോ റാഗിംഗ് നടന്നതായോ അധ്യാപകരോ സഹപാഠികളോ സമ്മതിച്ചിട്ടില്ല. സ്കൂൾ അധികൃതർക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ മൊഴികളോ ആവശ്യമാണ്. എന്നാൽ ഇതേവരെ നടത്തിയ അന്വേഷണത്തിൽ ഇത് ലഭിച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. രക്ഷിതാക്കൾക്ക് അയച്ച കത്തിലാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. മിഹിർ ആത്മഹത്യ ചെയ്തതിനു ശേഷം മാത്രമാണ് റാഗിംഗ് നടന്നതായി കാണിച്ച് വിദ്യാർത്ഥിയുടെ അമ്മ പരാതി നൽകിയതെന്നും അതിനു മുമ്പ് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. മിഹിറിന്റെ അമ്മ നൽകിയ പരാതി തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസിന് കൈമാറിയിരുന്നു. പരാതി ലഭിച്ചതിനു ശേഷം മിഹിറിന്റെ സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. എന്നാൽ മിഹിറിന് ഏതെങ്കിലും തരത്തിലുള്ള പീഡനമേറ്റതായോ റാഗിംഗ് നടന്നതായോ അധ്യാപകരോ സഹപാഠികളോ സമ്മതിച്ചിട്ടില്ല. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളോ സാക്ഷിമൊഴികളോ ലഭിച്ചിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നു. ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പരാമർശിക്കുന്ന പേരുകളും മിഹിറിന്റെ അമ്മ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഏതെങ്കിലും ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പേര് പരാമർശിച്ചതുകൊണ്ട് മാത്രം അവർക്കെതിരെ നടപടിയെടുക്കാനാവില്ലെന്നും അവർ വിദ്യാർത്ഥികളാണെന്ന കാര്യം പരിഗണിക്കേണ്ടതുണ്ടെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. സ്കൂൾ അധികൃതർക്ക് നടപടിയെടുക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ മൊഴികളോ ആവശ്യമാണ്. എന്നാൽ ഇതേവരെ നടത്തിയ അന്വേഷണത്തിൽ ഇത് ലഭിച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. അതേസമയം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കാൻ പോലീസിനോ പൊതുവിദ്യാഭ്യാസ വകുപ്പോ നിർദ്ദേശിച്ചാൽ അതെടുക്കുമെന്നും അധികൃതർ വിശദീകരിക്കുന്നു. എറണാകുളം കളക്ടറേറ്റിൽ നടത്തിയ മൊഴിയെടുപ്പിൽ മരിച്ച കുട്ടി പഠിച്ച ഗ്ലോബൽ പബ്ലിക് സ്കൂളിനോടും മുൻപ് പഠിച്ചിരുന്ന ജെംസ് മോഡേൺ അക്കാദമിയോടും NOC ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഇവർ സമർപ്പിച്ചില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് കുറച്ച് സമയം കൂടി അനുവദിക്കും. അതിനുശേഷം തുടർ നടപടിക്കായി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും. CBSE ആയാലും ICSE ആയാലും കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരിൻ്റെ NOC ആവശ്യമാണ്. അതൊഴിവാക്കി സംസ്ഥാന സർക്കാർ ഇതുവരെ അനുവാദം നൽകിയിട്ടില്ലെന്നും S. ഷാനവാസ് പറഞ്ഞു. ഇതിനിടെ തൃപ്പൂണിത്തുറയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. ഫോർട്ട് കൊച്ചി സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആത്മഹത്യ പ്രേരണ കുറ്റം കൂടി ചുമത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് മിഹിറിന്റെ അമ്മ ആരോപിച്ചു. തൃപ്പൂണിത്തുറ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഹിർ ഫ്ളാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. റാഗിംഗ് പരാതിയിൽ രക്ഷിതാക്കളുടെയും ബന്ധുക്കളുടെയും മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമാണ് ആത്മഹത്യ പ്രേരണ കുറ്റം കൂടി ചുമത്തിയത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഫോർട്ട് കൊച്ചി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് ഇന്നലെയാണ് സമർപ്പിച്ചത്.